അപ്പോ മുൻ കോൺഗ്രസ് നേതാവ് ഇപ്പോഴത്തെ CPM നേതാവ് ഡോക്ടർ പി സരനാണ് ആണല്ലേ ഇന്ന് പൊളിറ്റിക്കൽ ടീയിൽ നമ്മളോടൊപ്പം ഒരു ചായ കുടിക്കാൻ ഉള്ളത്. ആക്കിയതാണല്ലേ അതിന്റെ സരൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടത് സീറ്റിന് വേണ്ടി പാർട്ടി വിട്ടു എന്നാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ശരിക്കും സരിൻ ബ്രോ എന്തിനാണ് കോൺഗ്രസ് വിട്ടത്? അതിപ്പോ ഉത്തരം കിട്ടിയിട്ടില്ല കേരള സമൂഹത്തിന്. എന്നാലും ഒരു കിട്ടിയില്ലേ പോ സരിൻ ബ്രോ ഇങ്ങനെ FB പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പുകുട്ടാ ഓവറാക്കി ചളവാക്കലേടാ എന്താണ് തമാശ ഇല്ല ഞാൻ ചിലരങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്നത് പെയ്ഡായിട്ട് ചാനലുകൾ ഫ്ലോറുകൾ വരെ വിട്ടുകൊടുക്കുന്ന രീതി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. തോന്നി അതങ്ങനെ വരൂ. സരിൻ ഇവിടെ വന്നിരുന്നല്ലോ, നിങ്ങൾ വെളുത്തോ? അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആരെയാണ് ഇരുത്തേണ്ടത് എന്നുള്ളത് ഒരു മീഡിയ പോളിസിയുടെ ഭാഗമല്ലേ. സരിനെ ഇരുത്താമെന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഞാൻ വലിഞ്ഞു കയറി വന്നിരുന്നതല്ല. സ്വാഭാവികം. കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയാൽ എന്താണ് ഇപ്പൊ പിരായിരിയിലെ ഒരു അവസ്ഥ? ഇത് താത്വികാലോചനത്തിന്റെ ആളാണല്ലേ പിരായിരിനെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അല്ല ഞാൻ അതിലൊക്കെ സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൂടെ ഒരു സ്ഥലപ്പേരൊക്കെ ഫേമസ് ആവാന്ന് പറഞ്ഞ ഭയങ്കരം തന്നെ. ഒരു പിരായിരിക്കാരനെ കൊണ്ട് കൂട്ടിയാ കൂടിയില്ല, നമ്മൾ വേണ്ടി വന്നു. പഞ്ചായത്തുകളിൽ ഒന്നാണ് പിരായിരി. മറ്റു പഞ്ചായത്ത് ആളുകൾ ഇപ്പൊ ചർച്ചയിലില്ല. മാത്തൂരും കണ്ണാടിയും ആളുകൾക്ക് അറിയില്ല. ഒരു ഇടത്തേക്ക് വന്നതിന്റെ ഒരു എല്ലാ ലക്ഷണങ്ങളും ഞാൻ പണ്ടും ഇങ്ങനെയാ, നിങ്ങൾ പണ്ടേ കാണാത്തോണ്ടാ. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. CPM-ലേക്ക് വന്നപ്പോൾ എന്റെ പാർട്ടി പറയുന്നത് എന്തും ഞാൻ കേൾക്കും. എന്റെ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങളുടെ കുഴപ്പം. കോൺഗ്രസ് ചെന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? അതിപ്പോ പറയാൻ കഴിയില്ല. ഞാനിതാണ് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ CPM-ൽ നിന്നപ്പോ അച്ചടക്കമുള്ള ഒരു കുട്ടി, കോൺഗ്രസ് നിന്നപ്പോ ഒരു കുരുത്തം കെട്ട കുട്ടി. ഓഹോ എന്നാ ശരി. ഇനിയിപ്പോ അവിടെ ആര് മത്സരിച്ചാലും അവർ നേരിടുന്ന പ്രശ്നം ഈ പറഞ്ഞ പോലെയുള്ള ക്രെഡിബിലിറ്റി ക്രൈസിസ് ആണ്. ഇതേ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉള്ള ആളുകൾ ഈ പറയുന്ന പാർട്ടിയിലും നിലനിൽക്കുന്നുണ്ട്. ഈ അതൊന്നും എനിക്കറിയാൻ മേല. പറഞ്ഞ ഒരു ആക്ടറാണ് വന്നിട്ട് അഭിനയിച്ചു, തിരിച്ചു പോയിട്ടില്ല, ജയിച്ചു, അവിടെ തിരിച്ചു പോയിട്ടില്ല, വീണ്ടും വീണ്ടും മത്സരിക്കുന്നുണ്ട്, ഇനി മത്സരിക്കുമായിരിക്കും. അപ്പൊ ഇതേ ക്രെഡിബിലിറ്റി ഇഷ്യൂ CPM നേരിടുന്നില്ലേ? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. നമ്മള് ക്രെഡിബിലിറ്റി ഇതും തീവ്രതയുടെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചോദ്യത്തിനും ഒരു ന്യായീകരണവും നിരത്താനല്ല വന്നിരിക്കുന്നത്. എന്നിട്ട് പെർസെപ്ഷനുകളെ അഡ്രസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു പെർസെപ്ഷന്റെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.